നമസ്കാരം. ഇന്നത്തെ ഇതുവരെയുള്ള എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. അനന്തപുരിയെ ആവേശത്തിലാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരുന്ന തിരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ തലവര മാറുമെന്ന് മോദി. ഇടതു വലത് മുന്നണികൾക്ക് വിമർശനം. കേരളത്തിന്റെ വികസനത്തിന്റെ ശത്രു LDF എന്നും കോൺഗ്രസ് മുസ്ലിം ലീഗ് മാവോവാദി കോൺഗ്രസായി മാറിയെന്നും മോദി. സ്വർണം കട്ടവരെ ജയിലിലടയ്ക്കുമെന്നും മോദിയുടെ ഗ്യാരണ്ടി. മൂന്ന് അമൃത് ഭാരത് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് അടക്കം വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന് ജാമ്യം. സ്വാഭാവിക ജാമ്യം അനുവദിച്ചത് റിമാൻഡ് കാലാവധി 90 ദിവസമായിട്ടും SIT കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ തന്ത്രിയുടെ റിമാൻഡ് കാലാവധി 14 ദിവസത്തേക്ക് നീട്ടി. ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശും ഒന്നിച്ചുള്ള കൂടുതൽ ചിത്രങ്ങൾ പുറത്ത്. മോശക്കാരനാക്കാനുള്ള ശ്രമം വില പോകില്ലെന്ന് അടൂർ പ്രകാശ്. NDAയിൽ ചേർന്നതിന് പിന്നാലെ 2020ൽ ഭിന്നത. വടവുകോട് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് റസീന പരീദ് ഉൾപ്പെടെ നിരവധി നേതാക്കൾ കോൺഗ്രസിലേക്ക്. സാബു ജേക്കബ് വഞ്ചിച്ചെന്നും NDAയിൽ ചേരാൻ തീരുമാനിച്ചത് ഏകപക്ഷീയമായെന്നും റസീന പരീദ്. 2020 വിട്ടുവരുന്നവരെ സന്തോഷത്തോടെ സ്വീകരിക്കുമെന്ന് കോൺഗ്രസ്. ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറി അമേരിക്ക. അവസാനിപ്പിച്ചത് 80 വർഷം നീണ്ടുനിന്ന ബന്ധം. ലോകസമാധാനത്തിനായി ട്രംപ് സ്ഥാപിച്ച ബോർഡ് ഓഫ് പീസിൽ ഒപ്പുവെക്കാതെ ഇന്ത്യയും ചൈനയും. ഇതുവരെ ഒപ്പുവെച്ചത് പാകിസ്ഥാനും സൗദിയും അടക്കം 19 രാജ്യങ്ങൾ. ഇന്ത്യ ന്യൂസിലൻഡ് രണ്ടാം 2020 മത്സരം അല്പസമയത്തിനകം റായ്പൂരിൽ. ആദ്യ മത്സരത്തിൽ ജയിച്ച ഇന്ത്യ പരമ്പരയിൽ മുന്നിൽ. കേരളത്തിന്റെ തലവര മാറ്റുന്ന തിരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നതെന്നും മാറാത്തതിന് മാറുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇടതു വലത് മുന്നണികളെ കടന്നാക്രമിച്ച പ്രധാനമന്ത്രി BJP അധികാരത്തിൽ വന്നാൽ സ്വർണ്ണക്കൊള്ള നടത്തിയ മുഴുവൻ പ്രതികളെയും ജയിലിൽ അടയ്ക്കുമെന്നതാണ് മോദിയുടെ ഗ്യാരണ്ടി. കേരളത്തിലെ കോൺഗ്രസ് മുസ്ലിം ലീഗ് മാവോവാദി കോൺഗ്രസായി മാറിയെന്നും മോദി വിമർശിച്ചു. തലസ്ഥാന നഗരിയിലെ പൊതുസമ്മേളനത്തിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തലസ്ഥാന കോർപ്പറേഷനിൽ മിന്നുന്ന വിജയം നേടി ഭരണത്തിലേറിയതിന് പിന്നാലെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം കൂടുതൽ ഊർജ്ജം നൽകുകയാണ് BJPക്ക്. പുത്തരിക്കണ്ടം മൈതാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി കേരളത്തെ രക്ഷിക്കാൻ BJPക്ക് മാത്രമേ കഴിയൂ എന്ന് അവകാശപ്പെട്ടു. विकसित तिरुवनंतपुरम के विजन पर काम करना शुरू कर दिया। मैं तिरुवनंतपुरम की जनता से कहूंगा, आप विश्वास रखिए, मारा तदीनी मारूम। जो अब तक नहीं बदला वो अब बदलेगा। तिरुवनंतपुरम पूरे देश के लिए एक मॉडल सिटी बनेगा. ശബരിമല സ്വർണ്ണക്കൊള്ളയും സഹകരണ ബാങ്ക് തട്ടിപ്പും ചൂണ്ടിക്കാട്ടി ഇടതു വലതു മുന്നണികളെ കടന്നാക്രമിച്ചു. BJP അധികാരത്തിൽ വരികയാണെങ്കിൽ സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഴുവൻ പ്രതികളെയും ജയിലിലിടുമെന്നും പ്രഖ്യാപനം. यहाँ BJP सरकार बनते ही आरोपों की पूरी जांच होगी और दोषियों की जगह जेल में होगी और ये मोदी की गारंटी है. കോൺഗ്രസിന് നേരെയും കടുത്ത വിമർശനം. മുസ്ലിം ലീഗ് മാവോവാദി കോൺഗ്രസായി കേരളത്തിലെ കോൺഗ്രസ് മാറിയെന്ന മോദി. कांग्रेस आज माओवादियों से ज्यादा कम्युनिस्ट और मुस्लिम लीग से भी ज्यादा कम्युनल हो गई है. इसलिए देश में आज कांग्रेस को MMC यानी मुस्लिम लीगी മാവോവാദി കോൺഗ്രസ് കഹാ ജാ രഹാ ഹൈ. തലസ്ഥാന കോർപ്പറേഷനിൽ ചരിത്രം തിരുത്തിയ വിജയാവേശം അണികളിലെത്തിക്കാൻ മേയർ VV രാജേഷിനെ സ്നേഹാശ്ലേഷത്തോടെ ചേർത്ത് നിർത്തുകയായിരുന്നു നരേന്ദ്രമോദി. ബോലോ ഭാരത് മാതാ കീ, 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 ബോലോ ഭാരത്
भारत माता की, बोलो भारत माता की, बोलो भारत माता की, बोलो भारत माता की, बोलो भारत माता की। NDAയിൽ ഘടകകക്ഷിയായി എത്തിയ 2020 ചെയർമാൻ സാബു എം ജേക്കബും പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിട്ടു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തലസ്ഥാന നഗരിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശോജ്വല സ്വീകരണം. 3 അമൃത് ഭാരത് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് അടക്കം വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രിയും ഗവർണറും ചേർന്നാണ് സ്വീകരിച്ചത്. രാവിലെ 10:30 തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിയെ ഗവർണർ രാജേന്ദ്ര അർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്നാണ് സ്വീകരിച്ചത്. റോഡ് ഷോയിലൂടെയാണ് വിമാനത്താവളത്തിൽ നിന്ന് പുത്തിരിക്കണ്ടം മൈതാനത്തെ വേദിയിലേക്ക് പ്രധാനമന്ത്രി എത്തിയത്. തലസ്ഥാന നഗരിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആവേശത്തോടെയാണ് ജനങ്ങളും പ്രവർത്തകരും സ്വീകരിച്ചത്. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ഒരു മുഹൂർത്തമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വികസിത കേരളത്തിലേക്ക് വേണ്ടിയുള്ള കരുത്തുറ്റ ചുവടുവെപ്പിൻ്റെ ദിനമായിട്ട് ഈ ദിനം ചിത്രീകരിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം ഇവിടെ വരുമ്പോൾ നമുക്ക് നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടിയതാണ്. അപ്പോൾ ഞാനിവിടെ വന്ന് കാണാനുള്ള ഒരു ഭാഗ്യം ഇപ്പോൾ ഉണ്ടാകുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അതിൽ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റി. അവിടെ അകത്ത് കയറാൻ പറ്റാഞ്ഞതിൻ്റെ ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് തൊട്ടടുത്ത് കണ്ടു, മനസ്സ് നിറഞ്ഞു. ഇതുപോലൊരു ലോക നേതാവിൻ്റെ ഈ മണ്ണിൽ ജീവിക്കാൻ സാധിച്ചത് തന്നെ മഹാഭാഗ്യമായിട്ട് കരുതുന്നു. തിരുവനന്തപുരം താമ്പരം, തിരുവനന്തപുരം ഹൈദരാബാദ്, നാഗർകോവിൽ മംഗളൂരു അമൃത് ഭാരത് ട്രെയിനുകൾ, ഗുരുവായൂർ തൃശൂർ പാസഞ്ചർ എന്നിവയുടെ ഫ്ളാഗ് ഓഫും പ്രധാനമന്ത്രി നിർവഹിച്ചു. PM സ്വനിധി ക്രെഡിറ്റ് കാർഡിന്റെ ഉദ്ഘാടനവും 1 ലക്ഷം ഗുണഭോക്താക്കൾക്ക് PM സ്വനിധി വായ്പകളുടെ വിതരണവും പ്രധാനമന്ത്രി നിർവഹിച്ചു. തിരുവനന്തപുരത്തെ ഇന്നൊവേഷൻ ടെക്നോളജി ആൻഡ് എന്റർപ്രണർഷിപ്പ് ഹബിന്റെ ശിലാസ്ഥാപനവും മോദി നടത്തി. കേരളത്തിന്റെ വികസനത്തിന് ഇന്നു മുതൽ പുതിയ ദിശാബോധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. തിരുവനന്തപുരത്തെ സ്റ്റാർട്ടപ്പ് ഹബ്ബാക്കാനുള്ള നടപടികൾക്ക് വേഗം കൂടി. വികസിത ഭാരതത്തിനായി രാജ്യം മുഴുവൻ ശ്രമിക്കുകയാണെന്നും മോദി കൂട്ടിച്ചേർത്തു. तिरुवनंतपुरम नगर निगम में आपने बीजेपी को सेवा करने का अवसर दिया. इसकी गूंज केरल में ही नहीं बल्कि पूरे देश में सुनाई दे रही है. ये गुड गवर्नेंस के लिए काम करने वाली पार्टी की जीत है. ये जीत विकसित केरला बनाने के संकल्प की जीत है. और ये जीत LDF और UDF के करप्शन से केरला को मुक्त करने के कमिटमेंट की जीत है. ഉച്ചയ്ക്ക് 1:30 പ്രധാനമന്ത്രി ചെന്നൈയിലേക്ക് തിരിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് നടന്നു. പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് പുതിയ ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫിന് പിന്നാലെ തൃശൂരിൽ നടന്ന പരിപാടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. പുതിയ ട്രെയിൻ യാത്രക്കാർക്ക് ഏറെ ഗുണകരമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് അമൃത് ഭാരത് പാസഞ്ചർ ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചതിന് തൊട്ടു പിന്നാലെയാണ് തൃശൂരിൽ പാസഞ്ചർ ട്രെയിനിന്റെ ആദ്യ സർവീസ് നടന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പുതിയ ട്രെയിൻ തൃശൂരിലെ ജനങ്ങൾക്ക് ഏറെ ഗുണകരമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. പുതിയ സർവീസ് സുഖകരമായ യാത്രയ്ക്കൊപ്പം തീർത്ഥാടന വിനോദസഞ്ചാരത്തിന് മുതൽക്കൂട്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ സ്പിരിച്വൽ ടൂറിസം അതുപോലെയുള്ള അവ ഏതെങ്കിലും ഒരു മതത്തിന്റെ മാത്രമല്ല, എല്ലാ മത സ്ഥാപനങ്ങളിലേക്കുമുള്ള യാനം അത് സൗകര്യപ്പെടുത്തുന്ന തരത്തിൽ വളരെ അനിവാര്യമായ ജനങ്ങളുടെ അവകാശം ഇന്ന് ഒരുപക്ഷെ സ്ഥാപിക്കപ്പെടുന്നു എന്ന് തന്നെയാണ് ഈ റെയിൽ സേവന സംവിധാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ വൈകുന്നേരം 6:10 ഗുരുവായൂരിൽ നിന്നും പുറപ്പെട്ട 6:50 തൃശൂരിലെത്തും. തിരിച്ച് തൃശൂരിൽ നിന്നും രാത്രി 8:10 പുറപ്പെടുന്ന വണ്ടി 8:45 തിരിച്ച് ഗുരുവായൂരിലെത്തുന്ന രീതിയിലാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. തൃശൂർ ഗുരുവായൂർ റൂട്ടിൽ പാസഞ്ചർ ട്രെയിൻ അനുവദിക്കണമെന്ന യാത്രക്കാർ ഏറെ നാളായി ആവശ്യപ്പെടുന്ന ഒന്നായിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്നാണ് പുതിയ പാസഞ്ചർ ട്രെയിൻ അനുവദിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, തൃശൂർ.
UDF-നും കോൺഗ്രസിനും ലീഗിനുമെതിരെ ആഞ്ഞടിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. UDF-ന്റെ മതേതര കാഴ്ചപ്പാടിന് മോദിയുടെ സർട്ടിഫിക്കറ്റ് വേണ്ടെന്നും മഹാരഥന്മാർ ഇരുന്ന പ്രധാനമന്ത്രി കസേരയിൽ ഇരുന്ന് പച്ചയ്ക്ക് വർഗീയത പറയുകയാണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. മതേതരത്വം സംരക്ഷിക്കലാണ് ലീഗിന്റെയും കോൺഗ്രസിന്റെയും ആദ്യ പരിഗണനയെന്നും അദ്ദേഹം പറഞ്ഞു. BJP ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുകയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്നായിരുന്നു BJPയുടെ അവകാശവാദം. എന്നാൽ അതുണ്ടായില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്തിന് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ വികസന ബ്ലൂ പ്രിന്റ് 45 ദിവസത്തിനകം പ്രധാനമന്ത്രി നേരിട്ടെത്തി വികസന ബ്ലൂ പ്രിന്റ് പ്രഖ്യാപിക്കുമെന്നായിരുന്നു BJP നേതാക്കന്മാരുടെ അവകാശവാദവും പ്രകടന പത്രികയിലും പറഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരം നഗരത്തെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളോടുകൂടി മത്സരിക്കുവാൻ കഴിയുന്ന നിലയിലുള്ള നഗരമാക്കി മാറ്റുന്ന നിലയിലുള്ള പദ്ധതികൾ 45 ദിവസത്തിനകം പ്രധാനമന്ത്രി വന്ന് തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പ്രധാനമന്ത്രി 45 ദിവസത്തിനകം എത്തിച്ചേർന്നു. പക്ഷേ ഒരു പ്രഖ്യാപനവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ജനങ്ങൾ പ്രധാനമന്ത്രി വരുമെന്ന് കേട്ടപ്പോൾ തന്നെ ആകാംക്ഷയോട് കാത്തിരിക്കുകയായിരുന്നു. കാരണം ലോകത്തെ ഏറ്റവും വലിയ നഗരങ്ങളിൽ ഒന്നായ നമ്മുടെ തിരുവനന്തപുരം നഗരം മാറാൻ വേണ്ടി പോവുകയാണല്ലോ എന്ന് എല്ലാ നഗരവാസികളും ധരിച്ചു. പക്ഷേ ഒരു വികസന പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം ഒരക്ഷരം മിണ്ടുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തയ്യാറായില്ല. പ്രധാനമന്ത്രിയുടെ സ്വീകരണത്തിൽ നിന്ന് മേയറെ ഒഴിവാക്കിയത് ശരിയായില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. മേയർ വി രാജേഷിനെ ഒഴിവാക്കിയത് BJPയിലെ ഗ്രൂപ്പിസമാണോ എന്നും അദ്ദേഹം ചോദിച്ചു. നടന്നത് പ്രോട്ടോകോൾ ലംഘനമാണെന്നും മന്ത്രി പറഞ്ഞു. മേയറെ സ്വീകരണ ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങളോട് കാണിച്ച ഒരു നിന്ദയാണെന്ന് കണക്കാക്കാൻ കഴിയുന്ന നിലയിലുള്ള നടപടിയാണ് ആ ഒഴിവാക്കൽ നടപടി. സാധാരണഗതിയിൽ ഞാൻ 5 വർഷക്കാലം മേയറായിരുന്ന ആളാണ്. 5 വർഷക്കാലം പ്രധാനമന്ത്രിയും അങ്ങനെയുള്ള ദേശീയ നേതാക്കന്മാരെല്ലാം ധാരാളം വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെ എയർപോർട്ടിൽ ലൈനപ്പ് ചെയ്യുമ്പോൾ മൂന്നാമത് നിർത്തുന്ന രീതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഗവർണർ, മുഖ്യമന്ത്രി, മേയർ എന്നുള്ള നിലയിലാണ് അതിൻ്റെ ലൈനപ്പ്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം BJP പിടിച്ചാൽ ഔദ്യോഗികമായിട്ടുള്ള വസ്ത്രമണിഞ്ഞ് മേയർ പ്രധാനമന്ത്രി വിമാനത്താവളത്തിൽ സ്വീകരിക്കുമെന്നായിരുന്നു തിരഞ്ഞെടുപ്പ് കാലത്ത് അവർ വ്യാപകമായി പ്രചരിപ്പിച്ചത്. എന്നാൽ പ്രധാനമന്ത്രി എത്തിയപ്പോൾ നഗരത്തിൻ്റെ പ്രഥമ പൗരനായ മേയർക്ക് ആ പട്ടികയിൽ ഇടമില്ല. ഇത് തിരുവനന്തപുരത്തെ ജനങ്ങളെയും ഫെഡറൽ മര്യാദകളെയും അപമാനിക്കുന്നതിന് തുല്യമാണ്. BJPയിലെ ഗ്രൂപ്പിസമാണോ മേയറെ ഒഴിവാക്കിയതിന് പിന്നിൽ വി രാജേഷിനോടുള്ള വ്യക്തിപരമായ വിരോധമാണോ എന്ന് അറിയില്ല. ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് അമേരിക്ക ഔദ്യോഗികമായി പിന്മാറി. 1 വർഷം മുമ്പ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ച എക്സിക്യൂട്ടീവ് ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പിന്മാറ്റം അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും ആരോഗ്യ മനുഷ്യ സേവന വകുപ്പും സ്ഥിരീകരിച്ചു. രണ്ടാം തവണ അധികാരമേറ്റ ശേഷം ആദ്യ ദിവസം തന്നെ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചത് ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറാനുള്ള ഉത്തരവിലായിരുന്നു. സംഘടന അതിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുവെന്നും ഉത്തരവാദിത്തം, പരിഷ്കരണം, സുതാര്യത എന്നിവയിൽ പരാജയപ്പെട്ടുവെന്നും ആരോപിച്ചായിരുന്നു US ഭരണകൂടത്തിന്റെ പിന്മാറ്റം. കോവിഡ് മഹാമാരി കൈകാര്യം ചെയ്യുന്നതിൽ സംഘടന വരുത്തിയ വീഴ്ചകളെയും ട്രംപ് വിമർശിച്ചിരുന്നു. അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിൽ ലോകാരോഗ്യ സംഘടന കാലതാമസം വരുത്തിയെന്നും ഇത് അമേരിക്കയുടെ താൽപ്പര്യങ്ങളെ ബാധിച്ചുവെന്നും അമേരിക്ക കുറ്റപ്പെടുത്തി. ഈ പിന്മാറ്റത്തോടെ ഐക്യരാഷ്ട്രസഭയുടെ ആരോഗ്യ ഏജൻസിയിൽ US-ന്റെ എല്ലാ പങ്കാളിത്തവും അവസാനിച്ചു. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനത്തും ലോകമെമ്പാടുമുള്ള ഓഫീസുകളിൽ നിന്നും മറ്റ് അനുബന്ധ സംഘടനകളിൽ നിന്നും US ഉദ്യോഗസ്ഥരെ തിരികെ വിളിച്ചു. ലോകാരോഗ്യ സംഘടനയ്ക്ക് വാഗ്ദാനം ചെയ്ത $260 മില്യൺ നൽകാതെയാണ് അമേരിക്കയുടെ പിന്മാറ്റം. ഇത് നിയമപരമായി നൽകാൻ തങ്ങൾ ബാധ്യസ്ഥരല്ലെന്നാണ് US-ന്റെ നിലപാട്. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ സാമ്പത്തിക സഹായം നൽകുന്നത് തങ്ങളാണെന്നും ഭരണകൂടം അവകാശപ്പെട്ടു. ലോകാരോഗ്യ സംഘടനയുടെ നിലനിൽപ്പിനെ തന്നെ ഈ പിന്മാറ്റം ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് വിദഗ്ധർ. പോളിയോ നിർമ്മാർജ്ജനം മുതൽ പുതിയ വൈറസ് ഗവേഷണം വരെയുള്ള വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങളെ US-ന്റെ പിന്മാറ്റം തളർത്താൻ സാധ്യതയുണ്ടെന്ന് പലരും അഭിപ്രായപ്പെടുന്നു. അതേസമയം ലോകാരോഗ്യ സംഘടനയുടെ ഭാഗമല്ലെങ്കിലും ആഗോള ആരോഗ്യ മേഖലയിൽ തങ്ങളുടെ ഇടപെടൽ തുടരുമെന്ന് അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്.
ഫെബ്രുവരിയിൽ നടക്കുന്ന എക്സിക്യൂട്ടീവ് ബോർഡ് യോഗത്തിൽ ലോകാരോഗ്യ സംഘടന അമേരിക്കയുടെ പിന്മാറ്റം വിശദമായി ചർച്ച ചെയ്യും. നിലവിൽ സംഘടനയിലേക്ക് തിരിച്ചു പോകാനോ നിരീക്ഷക പദവി സ്വീകരിക്കാനോ തങ്ങൾക്ക് ഉദ്ദേശമില്ലെന്ന് US വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ലോക സമാധാനത്തിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥാപിച്ച ബോർഡ് ഓഫ് പീസ് എന്ന സംഘടന ഔദ്യോഗികമായി നിലവിൽ വന്നു. ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിലാണ് സമിതി നിലവിൽ വന്നതായി ട്രംപ് പ്രഖ്യാപിച്ചത്. 19 രാജ്യങ്ങൾ സമിതിയിൽ അംഗങ്ങളായപ്പോൾ ഇന്ത്യ, റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അംഗങ്ങളായില്ല. ഗാസയിൽ സുസ്ഥിര സമാധാനം ഉണ്ടാക്കുക, പിന്നീട് ലോകത്തെ സംഘർഷങ്ങൾക്ക് ഒരു പരിഹാരവേദിയാവുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബോർഡ് ഓഫ് പീസ് സ്ഥാപിച്ചത്. സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ വെച്ച് ലോക സാമ്പത്തിക ഫോറത്തിലാണ് സമിതി നിലവിൽ വന്നതായുള്ള ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. ട്രംപ് തന്നെയാണ് ബോർഡ് ഓഫ് പീസിന്റെ സ്ഥിരം മേധാവി. സമിതിയുടെ പ്രമാണരേഖയും മുദ്രയും ഇതോടൊപ്പം പുറത്തിറക്കിയിട്ടുണ്ട്. ഇതിൽ അംഗങ്ങളാകാൻ 50ഓളം രാജ്യങ്ങളെ ക്ഷണിച്ചിരുന്നു. ഹംഗറി, അർജന്റീന, ബഹ്റൈൻ, സൗദി, ഖത്തർ, പാകിസ്ഥാൻ ഉൾപ്പെടെ 19 രാജ്യങ്ങൾ $1 ബില്യൺ നൽകി സമിതിയിൽ അംഗങ്ങളായി ഒപ്പിട്ടു. എന്നാൽ ഇന്ത്യ വിട്ടുനിന്നു. UN സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗങ്ങളായ ചൈന, റഷ്യ, ഫ്രാൻസ്, UK ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ട്രംപിന്റെ നടപടിയോട് മുഖം തിരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഗാസയുടെ പുനർനിർമ്മാണത്തിനായി $100 കോടി സംഭാവന നൽകുമെന്ന് പറഞ്ഞ റഷ്യ സമിതിയെക്കുറിച്ച് പഠിച്ചതിനു ശേഷം മാത്രം തീരുമാനമെന്നാണ് നിലപാടെടുത്തത്. എന്നാൽ ചൈന ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഐക്യരാഷ്ട്രസഭയ്ക്ക് ബദലായാണ് ട്രംപ് ബോർഡ് ഓഫ് പീസ് പ്രഖ്യാപിച്ചതെന്നും ലോകത്തിന് തന്നെ ഇതൊരു വെല്ലുവിളിയാണെന്ന വിമർശനവും ഉയരുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയ്ക്കും ഇതിൽ ആശങ്കയുണ്ട്. എന്നാൽ UN-മായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് ട്രംപ് പറഞ്ഞു. Today we're announcing more details regarding the Board of Peace, so important. This board has the chance to be one of the most consequential bodies ever created. UN-ന്റെ ഏറ്റവും കരുത്തുറ്റ സമിതിയായ രക്ഷാസമിതിയിലെ 5 സ്ഥിരമംഗങ്ങളിൽ US മാത്രമാണിപ്പോൾ സമിതിയിലുള്ളത്. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടുള്ള ട്രംപിന്റെ 20 ദിന പദ്ധതിയുടെ ഭാഗമായി ആവിഷ്കരിച്ച ബോർഡ് ഓഫ് പീസിനെ UN രക്ഷാസമിതി പ്രമേയത്തിലൂടെ അംഗീകരിച്ചിരുന്നു. ഹ്രസ്വകാലത്തേക്കാണ് ഈ അംഗീകാരം. ന്യൂസ് ഡെസ്ക് അമൃത TV. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുരാരി ബാബുവിന് ജാമ്യം. ദ്വാരപാലക കട്ടിളപ്പാളി കേസുകളിലാണ് ജാമ്യം ലഭിച്ചത്. പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ കൊല്ലം വിജിലൻസ് കോടതിയാണ് മുരാരി ബാബുവിന് ജാമ്യം നൽകിയത്. അതേസമയം തന്ത്രി കണ്ഠരര് രാജീവരുടെ റിമാൻഡ് 14 ദിവസം കൂടി നീട്ടി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ആദ്യമായി ജയിൽ മോചിതനാകുന്ന വ്യക്തിയാണ് മുരാരി ബാബു. മുൻ ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബു ദ്വാരപാലക ശില്പങ്ങളിലെയും ശ്രീകോവിലിന് മുന്നിലെ കട്ടിളപ്പാളിയിലെയും സ്വർണം കവർന്ന കേസുകളിലാണ് ഒക്ടോബർ 21 പിടിയിലാകുന്നത്. 2 കേസുകളിലുമായി മുൻപ് ജാമ്യ ഹർജി നൽകിയിരുന്നെങ്കിലും കൊല്ലം വിജിലൻസ് കോടതി അതൊക്കെ തള്ളിയിരുന്നു. എന്നാൽ അറസ്റ്റ് ചെയ്ത് 90 ദിവസം കഴിഞ്ഞിട്ടും പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. റാന്നി കോടതി പരിധിയിൽ പ്രവേശിക്കരുത്, അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ ഹാജരാകണം, തെളിവുകൾ നശിപ്പിക്കരുത് തുടങ്ങിയവയാണ് ജാമ്യ വ്യവസ്ഥകൾ. കേസിലെ 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക കേസിൽ നേരത്തെ സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നുവെങ്കിലും കട്ടിളപ്പാളി കേസിൽ 90 ദിവസം തികയാത്തതിനാൽ ഇപ്പോഴും റിമാൻഡിൽ തുടരുകയാണ്. അതേസമയം മറ്റൊരു പ്രതിയായ തന്ത്രി കണ്ഠരര് രാജീവരുടെ റിമാൻഡ് കാലാവധി കോടതി 14 ദിവസം കൂടി നീട്ടി. തന്ത്രിയുടെ ജാമ്യാപേക്ഷ കോടതി ജനുവരി 28 പരിഗണിക്കും. അമൃത ന്യൂസ്, കൊല്ലം. UDF കൺവീനർ അടൂർ പ്രകാശും പോറ്റിയും തമ്മിലുള്ള കൂടുതൽ ചിത്രങ്ങൾ പുറത്ത്. MP ആയ ശേഷമാണ് അന്നദാനവുമായി ബന്ധപ്പെട്ട് പോറ്റി വന്ന് കാണുന്നതെന്നും വീട്ടിൽ പോയിട്ടുണ്ട് എന്നും അടൂർ പ്രകാശ് പ്രതികരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി UDF കൺവീനർ അടൂർ പ്രകാശിന് അടുത്ത ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന കൂടുതൽ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഉപഹാരം കൈമാറുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നത്. പോറ്റിയുടെ സുഹൃത്തുക്കളായ രമേശ് റാവുവും അനന്ത് സുബ്രഹ്മണ്യവും ചിത്രത്തിലുണ്ട്. ബംഗളൂരിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടന്നതെന്നാണ് വിവരം. അതേസമയം എന്ത് ചടങ്ങാണെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. നേരത്തെ സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്ന പോറ്റിയുടെ ചിത്രങ്ങളും ഏറെ വിവാദമായിരുന്നു. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് വിശദീകരിച്ച് UDF കൺവീനർ അടൂർ പ്രകാശ് MP രംഗത്ത് വന്നു. തന്നെ മോശക്കാരനാക്കാൻ ശ്രമം നടന്നാലും അത് വിലപ്പോകില്ല എന്നും അടൂർ പ്രകാശ് പറഞ്ഞു. പോറ്റി വന്ന് കണ്ടതും പോറ്റിയുടെ വീട്ടിൽ പോയതിലും അടൂർ പ്രകാശ് വിശദീകരിച്ചു. ഞാൻ പോറ്റിയെ കണ്ടു എന്ന് പറയുന്നത് 2019 ഞാൻ ആദ്യം ആറ്റിങ്ങൽ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൻ്റെ MP ആകുന്നു. MP ആയതിനു ശേഷം ആണ് അദ്ദേഹം എന്നെ വന്ന് അന്നദാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമലയിൽ നടക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ ആ ചടങ്ങിൽ പങ്കെടുത്ത് ഞാൻ മടങ്ങിപ്പോന്നു. അതിനുശേഷം പിന്നീട് അദ്ദേഹം
അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയിരുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെട്ട അവസരത്തിൽ ഞാനിവിടെ സ്ഥലത്തില്ലാതിരുന്ന സമയമാണ്. അവിടെയുള്ള പാർട്ടി പ്രവർത്തകരും മറ്റും എന്നെ അറിയിച്ചു, ഇങ്ങനെ ഇന്ന ആളിൻ്റെ ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള ആളാണ്, ശബരിമലയിലെ പോറ്റിയാണ് എന്ന് പറഞ്ഞ് അവിടെ അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ ആ വീട്ടിൽ ഞാൻ പോയിരുന്നു. അത് വീട്ടിൽ പോയിരുന്നു എന്നുള്ളത് സത്യാവസ്ഥയാണ്. ഞാനത് ഒന്നും മറച്ചു വെക്കാൻ വേണ്ടിയല്ല. താൻ വഴിയല്ല സോണിയാഗാന്ധിയുടെ അടുത്ത് പോറ്റി എത്തിയതെന്നും ചില ചാനലുകൾ പറയുന്നത് പോലെയാണോ കേരളത്തിലെ രാഷ്ട്രീയമെന്നും അടൂർ പ്രകാശ് ചോദിച്ചു. ഉപഹാരങ്ങൾ രാഷ്ട്രീയക്കാർക്ക് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ടെന്ന മൊഴി പോറ്റി നൽകിയിരുന്നു. എന്നാൽ അതിൽ പേര് പറഞ്ഞിരുന്നില്ല. അതേസമയം പോറ്റിയുമായുള്ള UDF നേതാക്കളുടെ ബന്ധത്തിൽ UDF ഔദ്യോഗിക വിശദീകരണം നൽകിയിട്ടുമില്ല. അതിനിടയിലാണ് പോറ്റിയുമൊത്തുള്ള അടൂർ പ്രകാശിന്റെ കൂടുതൽ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വന്നത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ കേരള കോൺഗ്രസ് എമ്മിന്റെ നീക്കം. സഭാധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയും ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തുമാണ് ഇടതുമുന്നണിയിൽ തുടരുന്ന ജോസ് കെ മാണി സഭയുമായി കൂടുതൽ അടുക്കുന്നത്. കേരള കോൺഗ്രസിനെ UDFിലെത്തിക്കാൻ സഭാ നേതൃത്വങ്ങളുടെ ഭാഗത്തു നിന്നും കനത്ത സമ്മർദ്ദമുണ്ടായിരുന്നുവെന്ന വാദങ്ങൾക്കാണ് ഇതോടെ ശക്തി കുറയുന്നത്. കാഞ്ഞിരപ്പള്ളിയിൽ 2 ആർച്ച് ബിഷപ്പുമാരും 2 ബിഷപ്പുമാരും പങ്കെടുത്ത വേദിയിലാണ് ഇൻഫാം രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ വീർ കിസാൻ ഭൂമിപത്ര അവാർഡ് ദാന ചടങ്ങ് ജോസ് കെ മാണി MP ഉദ്ഘാടനം ചെയ്തത്. ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ, തിരുവല്ല ആർച്ച് ബിഷപ്പ് തോമസ് മാർ കൂർലോസ് മെത്രാപ്പോലിത്ത, കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ, മുൻ ബിഷപ്പ് മാർ മാത്യു അറയ്ക്കൽ എന്നിവരായിരുന്നു പരിപാടിയിൽ പങ്കെടുത്ത ബിഷപ്പുമാർ. ഇൻഫാം രജത ജൂബിലി സമാപന ആഘോഷങ്ങളുടെ ഭാഗമായി 75 വയസ്സ് കഴിഞ്ഞ 921 കർഷകരെ വീർ കിസാൻ ഭൂമിപത്ര പുരസ്കാരം നൽകി ആദരിക്കുന്നതായിരുന്നു ചടങ്ങ്. നമുക്ക് ജീവിക്കുവാനും വികസനം നടത്തുവാനും ഒരു തരത്തിൽ കൃഷി ചെയ്യുവാനുമായിട്ടുള്ള സ്ഥലം 30.6% മാത്രമേ ഉള്ളൂ. ഈ കൊച്ചു കേരളത്തിലാണ് നമ്മൾ 54% വൃക്ഷാവരണം അല്ലെങ്കിൽ ഫോറസ്റ്റ് കവർ വനാവരണം ഉള്ളത് എന്ന് പറയുമ്പോൾ, ഇനി ഈ കേന്ദ്രം പറയുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങൾ പറയുന്നത് പോലെ തന്നെ ഈ കൊച്ചു കേരളത്തിൽ 1 ഇഞ്ച് ഭൂമി പോലും ഇനി വനം വർദ്ധിപ്പിക്കേണ്ട കാര്യമില്ല. 18-ന് കോട്ടയം ചിങ്ങവനത്ത് മലങ്കര സുറിയാനി നാനായ സമുദായ മഹാസംഗമത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി VN വാസവനുമൊപ്പം ജോസ് കെ മാണി പങ്കെടുത്തിരുന്നു. വ്യാഴാഴ്ച കൊച്ചി രൂപത ആസ്ഥാനത്ത് ബിഷപ്പ് ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പിലുമായി ജോസ് കെ മാണി കൂടിക്കാഴ്ചയും നടത്തി. ഭിന്നശേഷി അധ്യാപക നിയമനം, ഭൂപതിവ് ചട്ട ഭേദഗതി, വന്യജീവി ആക്രമണം, വനാതിർത്തികളിലെ ബഫർ സോൺ, മുനമ്പം തുടങ്ങി ക്രൈസ്തവ സഭകൾ ഉയർത്തിയ വിവിധ വിഷയങ്ങളിൽ നടത്തിയ ഇടപെടലാണ് ഇടതുപക്ഷത്ത് തുടരുമ്പോഴും ജോസ് കെ മാണിയെ സഭകളുടെ വേദികളിൽ സ്ഥിരം ക്ഷണിതാവാക്കി മാറ്റുന്നതെന്നാണ് വിലയിരുത്തൽ. ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് എമ്മിനെ UDFിലെത്തിക്കാൻ സഭാ നേതൃത്വങ്ങളുടെ ഭാഗത്തു നിന്നും ശക്തമായ ഇടപെടൽ നടക്കുന്നതായി മുൻപ് പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇടതുമുന്നണിയിൽ തന്നെ തുടരുമെന്ന കേരള കോൺഗ്രസിന്റെ പ്രഖ്യാപനത്തിന് ശേഷവും സഭകളുടെ അപ്രീതി ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് തുടർന്നുള്ള ദിവസങ്ങളിലെ പരിപാടികളെന്നാണ് കേരള കോൺഗ്രസ് എം ചൂണ്ടിക്കാട്ടുന്നത്. അമൃത ന്യൂസ്, കോട്ടയം. സാബു എം ജേക്കബിന്റെ നേതൃത്വത്തിൽ 2020 NDAയിൽ ചേർന്നതിന് പിന്നാലെ പാർട്ടിയിൽ ഭിന്നത തുടങ്ങി. ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു. കൂടുതൽ നേതാക്കളും പ്രവർത്തകരും വരും ദിവസങ്ങളിൽ കോൺഗ്രസിലേക്ക് എത്തുമെന്ന് മുൻ MLA VP സജീന്ദ്രൻ പറഞ്ഞു. വികസന കാഴ്ചപ്പാടിന്റെ ഭാഗമായി NDAയ്ക്കൊപ്പം ചേർന്നുവന്ന സാബു എം ജേക്കബിന്റെ വാദം തള്ളിക്കൊണ്ടാണ് പാർട്ടിയിൽ കൊഴിഞ്ഞുപോക്ക് തുടങ്ങിയിരിക്കുന്നത്. വടവുകോട് ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷയായിരുന്ന റസീന പരീദ് ഉൾപ്പെടെയുള്ളവരാണ് കോൺഗ്രസിൽ ചേർന്നത്. ഏകപക്ഷീയമായ തീരുമാനമാണ് സാബു എം ജേക്കബ് കൈക്കൊണ്ടതെന്നും പ്രവർത്തകരുടെയും നേതാക്കളുടെയും വികാരം മാനിച്ചില്ലെന്നും റസീന പറഞ്ഞു. റോയൽറ്റി കാർഡിന്റെ പേരിൽ ജാതി സർവേ നടത്തിയെന്നും BJPയിലേക്കുള്ള റിക്രൂട്ട്മെന്റാണ് നടന്നതെന്നും പാർട്ടി വിട്ടവർ കുറ്റപ്പെടുത്തി. ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികൾ ഒരിക്കലും ഇത് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല 2020 BJP ബന്ധം. ആദ്യകാലങ്ങളിൽ ഇതുപോലൊരു ബന്ധത്തിനെ കുറിച്ചൊരു സൂചനയൊക്കെ ഞങ്ങൾക്ക് കിട്ടിയെങ്കിൽ പോലും ഇത് നമുക്കൊരു തെളിയിക്കപ്പെടാത്ത അസംഷനായിട്ട് മാത്രം ഞങ്ങൾക്ക് ഒതുങ്ങി നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞങ്ങൾ അന്ന് അതിൽ നിന്നും പിൻവലിഞ്ഞ് നിൽക്കാതിരുന്നത്. ഇപ്പോൾ നമുക്കത് ലൈവായിട്ട് കാണാൻ പറ്റി. ആ രീതിയിൽ ഞങ്ങൾക്കിത് തുടരാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ 2020 പാർട്ടിയിൽ നിന്നും രാജിവെച്ചിട്ട് ഞങ്ങൾ ജനാധിപത്യ സംവിധാനത്തിലേക്ക് ഇറങ്ങി വന്നത്. സാബു എം ജേക്കബിന്റെ പാർട്ടിയുടെ തകർച്ചയുടെ തുടക്കമാണിതെന്ന് കുന്നത്തുനാട് മുൻ MLA VP സജീന്ദ്രൻ പറഞ്ഞു. കൂടുതൽ നേതാക്കളും പ്രവർത്തകരും വരും ദിവസങ്ങളിൽ കോൺഗ്രസിനൊപ്പം ചേരും. പഞ്ചായത്ത് മെമ്പർമാർ കൂടുതലും സ്ത്രീകളായിട്ട് വിജയിച്ചവരാണ്. അവർക്ക്
ചില കൂടിയാലോചനകൾ വേണ്ടി വരും. വീട്ടിലെ സമ്മതം, അതേപോലെ തന്നെ വോട്ട് ചെയ്ത ആളുകളുടെ സമ്മതം, അങ്ങനെയുള്ള ആലോചനകൾക്ക് ശേഷം തീർച്ചയായും കോൺഗ്രസിലേക്ക് UDFിലേക്ക് വരാമെന്നാണ് പലരും അറിയിച്ചിട്ടുള്ളത്. ഇത് സാബു എം ജേക്കബിന്റെ പാർട്ടിയുടെ അന്ത്യം കുറിക്കുന്ന ഒരു തീരുമാനമായിരിക്കും. 2020 രൂപീകരണത്തോടെ പാർട്ടിയിൽ നിന്ന് അകന്നവരെ പൂർണ്ണമായും തിരികെ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസും CPM-ഉം. കഴിഞ്ഞ കുറെ നാളുകളായി നടത്തിയ ആ ശ്രമങ്ങൾക്ക് സാബു എം ജേക്കബിന്റെ NDA സഹകരണം ആക്കം കൂട്ടുകയാണ്. ഏതായാലും 2020 ഭിന്നത കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ പോലെ കോൺഗ്രസിനെ കുറെ കൂടി ഗുണം ചെയ്തേക്കുമെന്നാണ് സൂചന. എന്നാൽ ന്യൂനപക്ഷങ്ങളെ പാർട്ടിയോട് അടുപ്പിക്കാൻ പുതിയ നീക്കം ഗുണം ചെയ്യുമെന്ന് BJPയും വിലയിരുത്തുന്നുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. ഉമ്മൻചാണ്ടിക്കെതിരെ ഗണേഷ് കുമാർ നടത്തിയ പരാമർശങ്ങൾ നിർഭാഗ്യകരമെന്ന് മുൻമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ KC ജോസഫ്. 2014 കേസിനെ തുടർന്ന് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച ഗണേഷിനെ വീണ്ടും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ തടസ്സമായത് അദ്ദേഹത്തിനെതിരെ തുടർച്ചയായി ഉയർന്ന ആരോപണങ്ങളാണ്. സരിത ജയിലിൽ വെച്ചെഴുതിയ 21 പേജുള്ള കത്ത് സോളാർ കമ്മീഷനിൽ എത്തിയപ്പോൾ 25 പേജായതിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഗണേഷിന്റെ കുടുംബം തകർക്കാനല്ല, ഐക്യപ്പെടുത്താനാണ് ഉമ്മൻചാണ്ടി ശ്രമിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ജനകോടികൾ സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുന്ന ഉമ്മൻചാണ്ടിയെപ്പറ്റി ഇന്നലെ മന്ത്രി ശ്രീ ഗണേഷ് കുമാർ നടത്തിയ പരാമർശങ്ങൾ വളരെയേറെ നിർഭാഗ്യകരമായിപ്പോയി. അദ്ദേഹം പറഞ്ഞ അവസാനിപ്പിച്ച് ഞാൻ ചാനലിൽ കേട്ടു, ഇനിയും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ എന്തൊക്കെ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞു. മന്ത്രി ഗണേഷ് കുമാർ ഓലപ്പാമ്പ് കാണിച്ച് ആരെയും പേടിപ്പിക്കാൻ നോക്കണ്ട. കേരളത്തിലെ ജനങ്ങൾക്ക് ഉമ്മൻചാണ്ടി ആരാണെന്നറിയാം, ഗണേഷ് കുമാർ ആരാണെന്നും അറിയാം. വിവാദമായ പരാമർശങ്ങൾ അദ്ദേഹം നടത്തുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. അദ്ദേഹം പറഞ്ഞ ഒരാക്ഷേപം ഉമ്മൻചാണ്ടി വാക്ക് പാലിച്ചില്ല. 2013 ശ്രീ ഗണേഷ് കുമാർ മന്ത്രിസഭയിൽ രാജിവെക്കുന്നത്, ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്നും. അതിന് കാരണം അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു കേസാണ്. ഞാൻ വ്യക്തിപരമായി ഒന്നും പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അദ്ദേഹം എൻ്റെ സുഹൃത്താണ്. വെൽഫെയർ പാർട്ടിയുമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചില നീക്കുപോക്കുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. സഖ്യം എവിടെയും ഉണ്ടായിട്ടില്ല, അത് ആ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ അത് അവസാനിച്ചു. ഓരോ പാർട്ടിക്കും അവരുടേതായ ആശയങ്ങളുണ്ടാകും. സീറ്റ് വിഭജന ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും സാദിഖ് അലി പറഞ്ഞു. വിജയസാധ്യതയാണ് പ്രധാനം, അതിനനുസരിച്ച് തീരുമാനമെടുക്കും. ലീഗിനെ ആർക്കും മാറ്റി നിർത്താൻ സാധിക്കില്ലെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. തെരഞ്ഞെടുപ്പാണല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഔദ്യോഗികമായിട്ടൊന്നും പറയാറായിട്ടില്ല. ഗൗരവതരമായ ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല. അപ്പോൾ നിയമസഭയും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. ഇനിയിപ്പോൾ ഏതാ 2 ദിവസത്തിനകം ഗൗരവതരമായിട്ട് ആ കാര്യങ്ങളിൽ ചർച്ച ഉണ്ടാവും. അതിൻ്റെ ശേഷം വിവരം പറയാൻ പറ്റുള്ളൂ. ഈ 3 പാർട്ടിയുടേതാണ് അവസാന അഭിപ്രായം, പാർട്ടി തീരുമാനിക്കും. UDF എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും. സീറ്റ് വെച്ച് മാറണോ, നിലവിലുള്ളത് തന്നെ നിലനിർത്തിയാൽ മതിയോ, അത് വിജയസാധ്യതയാണ് പ്രധാനമായിട്ടുള്ളത്. UDFന് അധികാരത്തിലേറ്റുക എന്നുള്ളതാണ് മുസ്ലിം ലീഗായാലും നമ്മുടെ ഘടകകക്ഷികളുടെയൊക്കെ ഉറച്ച നയം. അപ്പം അതിന് എന്താണ് ആവശ്യം, ആ രീതിയിലുള്ള തീരുമാനങ്ങളായിരിക്കും ഉണ്ടാവുക. കേരളത്തിൻ്റെ പൊതുമനസ്സ് എന്നുള്ളത് അത് വർഗീയതക്കെതിരാണ്, വിഭാഗീയതക്കെതിരാണ്. സാമുദായിക സൗഹാർദ്ദത്തിൻ്റെയും സഹിഷ്ണുതയുടെയും സഹവർത്തിത്വത്തിൻ്റെയും മനോഭാവമാണ് കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും വെച്ചു പുലർത്തുന്നത്. ഇക്കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൊക്കെ അത് വ്യക്തമായതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് അതിലൊരു ആശങ്കയുമില്ല. വിവാദ പരാമർശം നടത്തിയ വെള്ളാപ്പള്ളി നടേശന് സർക്കാരിന്റെ ഒത്താശയുണ്ടെന്ന് സമസ്തയുടെ വിദ്യാർത്ഥി സംഘടനയായ SKSSF. പരാതിയിൽ നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് SKSSF മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സത്താർ പന്തല്ലൂർ പറഞ്ഞു. മതധ്രുവീകരണത്തിനുള്ള ശ്രമങ്ങളെ ചെറുക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജമായത്തെ ഇസ്ലാമിക്ക് കാര്യമായ വോട്ടില്ലെന്നും അവരെക്കുറിച്ച് രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യം പോലുമില്ലെന്നും SKSSF മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സത്താർ പന്തല്ലൂർ. അവരെ എല്ലാ പാർട്ടികളും ഉപയോഗിക്കുന്നുണ്ട്. പാർട്ടികളുടെ കൂട്ടുകെട്ട് നാട്ടിലെ സൗഹാർദ്ദം തകരുന്നതാകരുത്. സമുദായത്തെ എതിരാക്കാതിരിക്കാൻ പാർട്ടികൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്നും അദ്ദേഹം കോഴിക്കോട് പ്രതികരിച്ചു.
ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു ടീമിനെ ജയിപ്പിക്കാനോ തോൽപ്പിക്കാനോ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ അത് മീഡിയകളൊക്കെ ഇങ്ങനെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ എന്തോ വലിയ സംഭവമാണെന്നിങ്ങനെ ഊതി വീർപ്പിക്കുന്നു, അല്ലെങ്കിൽ പല ആളുകളുടെയും വിദ്വേഷ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമെന്നല്ലാതെ അതിലൊന്നും വലിയ അർത്ഥമല്ല. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം പോലല്ല എന്നാണ് നമ്മുടെ അഭിപ്രായം. മാത്രമല്ല, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കാനോ അല്ലെങ്കിൽ അനുകൂലിക്കാനോ ഒന്നും അർഹതയില്ല. എല്ലാവരും മാറി മാറി ഉപയോഗിച്ചൊരു സംവിധാനമാണ്. കണ്ണൂർ പിണറായി എരുവട്ടിയിൽ BJP പ്രവർത്തകർക്ക് നേരെയും വീടുകൾക്ക് നേരെയും CPM അക്രമം. ഉത്സവത്തിന് പോവുകയായിരുന്ന ആദിത്യൻ, വൈഷ്ണവ് എന്നിവർക്ക് നേരെയായിരുന്നു അക്രമം. പരിക്കേറ്റ 2 പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൊട്ടു പിന്നാലെ വിപിൻ, ഷിഗിൽ എന്നിവരുടെ വീടുകൾക്ക് നേരെയും ആക്രമണം നടന്നു. വിപിന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 16,000 രൂപയോളം CPMകാർ കവർന്നതായും പരാതി ഉയർന്നു. മലപ്പുറത്ത് ഭാര്യ ഭർത്താവിനെയും ഭർത്തൃമാതാവിനെയും കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചു. കോട്ടയ്ക്കൽ അരീച്ചോൾ നിരപ്പറമ്പിലാണ് സംഭവം. പള്ളത്ത് വീട്ടിൽ 29കാരനായ ഭരചന്ദ്രൻ, അമ്മ 49 വയസ്സുള്ള കോമളവല്ലി എന്നിവർക്കാണ് കുത്തേറ്റത്. ഭരചന്ദ്രന്റെ ഭാര്യ സജീനയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഫേസ് ക്രീം മാറ്റിവെച്ചതിന്റെ പേരിൽ അമ്മയെ മർദ്ദിച്ച മകൾ പിടിയിൽ. പനങ്ങാട് സ്വദേശി നിവ്യയാണ് അമ്മ സരസുവിന്റെ വാരിയെല്ല് തല്ലി ഒടിച്ചത്. വയനാട് നിന്നാണ് പോലീസ് നിവ്യയെ പിടികൂടിയത്. കമ്പിപ്പാര ഉപയോഗിച്ചായിരുന്നു മർദ്ദനം. നിവ്യ കൊലപാതകം, കഞ്ചാവ് കേസുകളിൽ പ്രതിയെന്ന് പോലീസ് അറിയിച്ചു. പരിക്കേറ്റ സരസു ചികിത്സയിലാണ്. വസന്ത പഞ്ചമി ദിനമായി ഇന്ന് മഹാമാഘ ഉത്സവത്തിൽ ജനപ്രവാഹം. ഭാരതപ്പുഴയുടെ ഇരുകരകളിലുമായി നാവാമുകുന്ദ സന്നിധിയിലും ബ്രഹ്മശിവ ക്ഷേത്ര സന്നിധിയിലും ആയിരങ്ങൾ എത്തുന്നു. നിള ആരതിക്കുള്ള സമയമടുത്തതോടെ വൻ ജനപ്രവാഹമാണ് നിളയോരത്ത്. വിവരങ്ങളുമായി TK അരവിന്ദൻ ചേരുന്നുണ്ട്. അരവിന്ദൻ, ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഈ വസന്ത പഞ്ചമിയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചടങ്ങുകളൊക്കെ എങ്ങനെയാണ്? അമ്പടി, തീർച്ചയായും ഇന്ന് വസന്തപഞ്ചമിയാണ്. മഹാമാഘത്തിലെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് വസന്തപഞ്ചമി. ഇതുമായി ബന്ധപ്പെട്ട് രാത്രി ഇനി പ്രധാനപ്പെട്ട ചടങ്ങായി നടക്കാനുള്ളത് യക്ഷി പൂജയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഇത്തരത്തിൽ ഉള്ളത്. എന്തായാലും ഇപ്പോൾ നിള ആരതിക്കുള്ള സമയമാണ്. ഈ സമയമാകുമ്പോൾ നിളാപ്പരപ്പിൽ വൻ ജനപ്രവാഹമാണ് ഉള്ളത്. നമുക്ക് കാണാൻ സാധിക്കും, ഈ ഭാരതപ്പുഴയുടെ അങ്ങേ കരയിലാണ്, മണൽപ്പരപ്പിലാണ് നിള ആരതി നടക്കുന്നത്. അവിടേക്ക് ഭക്തജനങ്ങൾ ഒഴുകുന്ന ഒരു കാഴ്ചയാണ്, താൽക്കാലിക പാലത്തിലൂടെ ഭക്തജനങ്ങൾ ഒഴുകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങ് ദൂരെ മണൽപ്പരപ്പിൽ ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നു. ഇതുപോലെ തന്നെ തവനൂർ ഭാഗത്തു നിന്നും ധാരാളം ആളുകൾ അങ്ങ് ആ കരയിലേക്ക്, മണൽപ്പരപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2 ഭാഗങ്ങളിലായിട്ടാണ് ഇവിടെ മഹാമഘ ഉത്സവം നടക്കുന്നത്. തിരുനാവായ നാവാമുകുന്ദ സന്നിധിയിൽ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അങ്ങേക്കരയിൽ അമൃതാനന്ദമയി മഠം താനൂർ മഠാധിപതിയുടെ നേതൃത്വത്തിലാണ് അങ്ങേ ഭാഗത്തുള്ള ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. അവിടെയും വലിയ തോതിലുള്ള ജനപ്രവാഹമുണ്ട്. വസന്ത പഞ്ചമി ദിനമായി ഇന്ന് മഹാമാഘ ഉത്സവത്തിൽ വലിയ ജനത്തിരക്കാണ്, അല്ലെങ്കിൽ ഭക്തരുടെ ഒരു വലിയ ജനപ്രവാഹം തന്നെയുണ്ട്. ഭാരതപ്പുഴയുടെ ഇരുകരകളിലുമായി നാവാമുകുന്ദ സന്നിധിയിലും ബ്രഹ്മശിവക്ഷേത്ര സന്നിധിയിലുമൊക്കെ ആയിരങ്ങളാണ് എത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമുക്കറിയാം, ഒരു നീണ്ട നിര തന്നെ അനുഭവപ്പെട്ടിരുന്നു ഭക്തരുടെ. നിള ആരതിക്കുള്ള സമയമെടുത്തതോടെ വലിയ ഭക്തജനപ്രവാഹം തന്നെയാണ് നിളയോരത്ത് നടക്കുന്നത്. ഈ മാഘമഹോത്സവം തുടങ്ങിയതിന് ശേഷമുള്ള ഒരു പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ് ഇന്ന്. വസന്ത പഞ്ചമി ദിനമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേക പൂജകളും ഒക്കെ ഇന്നത്തെ ദിവസം നടക്കുന്നുണ്ട്. TK അരവിന്ദനായിരുന്നു ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകിയത്. നേപ്പാൾ സ്വദേശി ദുർഗാകാമിയുടെ മൃതദേഹം കൊച്ചിയിൽ സംസ്കരിച്ചു. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ശേഷം തുടർ ചികിത്സയ്ക്കിടെ ഇന്നലെയാണ് 22കാരി ദുർഗകാമി മരിച്ചത്. ഹൃദയാഘാതമാണ് മരണകാരണം. രാജ്യത്ത് ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തുന്ന ആദ്യ ജില്ലാ ആശുപത്രി എന്ന നേട്ടം എറണാകുളം ജനറൽ ആശുപത്രി കൈവരിച്ചത് ദുർഗയുടെ ശസ്ത്രക്രിയയിലൂടെയായിരുന്നു. കഴിഞ്ഞ മാസം 22-നായിരുന്നു ശസ്ത്രക്രിയ നടന്നത്. മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം സ്വദേശി ഷിബുവിന്റെ ഹൃദയമാണ് ദുർഗയ്ക്ക് വെച്ചുപിടിപ്പിച്ചത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം സാധാരണ നിലയിലേക്ക് തിരിച്ചു വന്ന ദുർഗ മരുന്നുകളോട് വേഗത്തിൽ പ്രതികരിച്ചത് പ്രതീക്ഷ നൽകിയിരുന്നു. ഇതിനിടെയാണ് അപ്രതീക്ഷിതമായ ഹൃദയാഘാതം ഉണ്ടായത്.
ഹൃദയഭിത്തികൾക്ക് കനം കൂടുന്ന ഹൈപ്പർ ഹെറിഡിറ്ററി കാർഡിയോ മയോപ്പതിയായിരുന്നു ദുർഗയ്ക്ക്. ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് അന്ത്യം സംഭവിച്ചത്. ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം കളമശ്ശേരി നഗരസഭ സെമിത്തേരിയിൽ സംസ്കരിച്ചു. ദുർഗയുടെ മരണത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് അനുശോചനം രേഖപ്പെടുത്തി. ദുർഗയുടെ ജീവൻ രക്ഷിക്കുന്നതിനും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനും എറണാകുളം ജനറൽ ആശുപത്രി ടീം സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നുവെന്നും പെൺകുട്ടിയുടെ സഹോദരന്റെയും മറ്റു പ്രിയപ്പെട്ടവരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും മന്ത്രി കുറിച്ചു. അമൃത ന്യൂസ്, കൊച്ചി. മറവിയിലാഴ്ന്ന കേരളത്തിന്റെ തിരുനാവായ മഹാമാഘ മഹോത്സവവുമായി ബന്ധപ്പെട്ട് തവനൂരിലേക്കുള്ള അമൃതരഥം ദീപപ്രയാണയാത്ര കാലടി ആദിശങ്കര ജന്മഭൂമിയിൽ നിന്ന് ആരംഭിച്ചു. ആദിശങ്കര ജന്മഭൂമി മഠത്തിൽ നിന്ന് കൊളുത്തിയ ദീപം മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി രഥത്തിലേക്ക് പകർത്തി. ചേങ്കോട്ടുകോണം മഠത്തിലെ സ്വാമി ഗുരുദാസാനന്ദ സരസ്വതി, സ്വാമി സംവിധാനന്ദഗിരി, സ്വാമി വേദാമൃതാനന്ദപുരി, ഡോക്ടർ ജഗുസ്വാമി, ശൃംഗേരി മഠം മാനേജർ പ്രൊഫസർ രാജരാമൻ, അസിസ്റ്റന്റ് മാനേജർ സൂര്യനാരായണ ഭട്ട്, ശ്രീരാമകൃഷ്ണ മഠത്തിലെ സ്വാമി ബ്രഹ്മപരാനന്ദ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മറവിയിലാഴ്ന്ന കേരളത്തിന്റെ പൗരാണിക സംസ്കാരത്തെ വീണ്ടെടുക്കലാണ് തവനൂരിലും തിരുനാവായിലുമായി നടക്കുന്നതെന്ന് സ്വാമി അനഘാമൃതാനന്ദപുരി. മഹാമാഘത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് പുണ്യമെന്നും സ്വാമി. അപ്പോൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ വിവിധ വശങ്ങളെ കാണാനും പരിചയപ്പെടാനും അതിൻ്റെ ഭാഗമാകാനും കഴിയുന്ന ഒരു അസുലഭ സന്ദർഭമായിട്ടാണ് നമുക്കിതിനെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ പുതിയ തലമുറ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളെക്കുറിച്ചും ഏതാണ്ടൊരു മറവിയിലേക്ക് പോകുന്ന ഒരു സമയത്ത് ഇതിനെ വീണ്ടും ഒന്ന് ഉത്തേജിപ്പിച്ച് കൊണ്ടുവരാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. ആ ഒരു തിരക്ക് അല്ലെങ്കിൽ ആ ഒരു താല്പര്യമാണ് ഇന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എല്ലാവരുടെയും ശ്രദ്ധ ഇവിടേക്ക് വരുന്നു. പലപ്പോഴും പല ആളുകളും എന്നെ തന്നെ നേരിട്ട് വിളിക്കുകയുണ്ടായി, അവിടേക്ക് പോകണം, എന്ത് ചെയ്യണം, അവിടെ പോയിട്ട് അവിടെ എന്താണ് പ്രത്യേകതകൾ എന്നെല്ലാം. കാരണം അവരെ സംബന്ധിച്ചോളം ഒരു പുതുമ ഇവിടെ ഉണ്ട്. മഹാകുംഭമേള എന്ന് കേട്ടിട്ട് കഴിഞ്ഞ വർഷം നടക്കുന്ന സമയത്ത് അതിൽ പോകാൻ കഴിയാത്തവരും ഇവിടേക്ക് വരാൻ സാധിക്കുമോ എന്ന് ചിന്തിക്കുന്നൊരവസ്ഥയുണ്ട്.